ഓൾഡ് ട്രാഫോർഡിൽ സിറ്റിയെ കൊല വിളിച്ച ദിവസം. ഒരു തമാശയ്ക്ക് പോലും ഏതെങ്കിലും ഒരു മനുഷ്യൻ വിചാരിച്ചതാണോ ഇന്ന് ഓൾഡ് ട്രാഫോർഡിൽ സിറ്റിക്ക് ഈ ഒരു ഗതികേട് വരുമെന്ന്? സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, സിറ്റിക്കെതിരെ പലരും മത്സരങ്ങൾ ജയിക്കാറുണ്ട്. പക്ഷേ സിറ്റിയെ ഡോമിനേറ്റ് ചെയ്യുക, ഈ രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുക, സിറ്റിയെ നിസ്സഹായ അവസ്ഥയിൽ സിറ്റിയെ കാണുക, അതാണ് ഇന്ന് നടന്നത്. സ്റ്റാറ്റ്സ് തന്നെ നോക്കിക്കോ. മുഴുവൻ മത്സരത്തിൽ ആകപ്പാടെ ഒരു ഷോട്ടാണ് ഓൺ ടാർഗറ്റ് ഉള്ളത്. ഇഷ്ടംപോലെ പൊസഷൻ ഉണ്ട്, 68, 70, 90 എത്ര വേണേൽ വെച്ചോ. നമുക്ക് 32% പൊസഷൻ വെച്ചുകൊണ്ട് നമ്മൾ 7 ഷോട്ട് ഓൺ ടാർഗറ്റ് നമുക്കുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇന്നത്തെ മാച്ചിൽ കുറഞ്ഞത് 7 ഗോൾ സ്കോർ ചെയ്യേണ്ടത്. 2 ഗോൾ സ്കോർ ചെയ്തു, 2 എണ്ണം പോസ്റ്റൽ അടിച്ചു, 3 ഓഫ് സൈഡ് ഗോളുകൾ. ആ 3 ഓഫ് സൈഡ് ഗോളുകൾ നോക്കിയോ, ബ്രൂണോയുടെയും അമാദിൻ്റെയും മൗണ്ടിൻ്റെയും, ഇതൊക്കെ ഓൾമോസ്റ്റ് ചെറിയ മാർജിനിൽ നമ്മൾ ഓഫ് സൈഡായി പോയ ഗോളുകളാണ്. ശരിക്കും 7 എണ്ണം അടിച്ചെന്ന് നാണം കെടുത്തേണ്ട ദിവസമാണ്. എത്ര കാലങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ഫുട്ബോൾ നമ്മൾ ഓൾഡ് ട്രാഫോർഡിൽ കാണുന്നത്. മൈക്കിൾ ഓവൻ നമ്മുടെ എതിരാളിയാണല്ലോ, ലിവർപൂൾ നമുക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിലും ലിവർപൂൾ ലെജൻഡാണ് മൈക്കിൾ ഓവൻ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം ആ ഒരു പഴയ ഫെർഗ്യൂസൻ്റെ ടീമിനെയാണ് ഞാനിന്ന് ഓൾഡ് ട്രാഫോർഡിൽ കണ്ടത് എന്നാണ് പുള്ളി പറയുന്നത്. എനിക്കിത് കൂടുതൽ ഒലയുടെ ഫുട്ബോൾ പോലെ എനിക്ക് തോന്നി. അത്രയ്ക്കും അഗ്രഷൻ, ഇൻറ്റൻസിറ്റി, അഗ്രഷൻ എന്നാ പറയുന്നത്. നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് പൊസിഷൻ കിട്ടുമ്പോൾ നമുക്കുള്ള ആ ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ്, റൺസ് നടത്തുന്നു, അറ്റാക്ക് നടത്തുന്നു. എപ്പോഴും ചുമ്മാ നമ്മൾ പൊസിഷൻ കീപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സൈഡ് വൈസ് സാറിന് കാണിക്കുന്ന ആ സൈഡ് വൈസ് പാസ് അല്ലെങ്കിൽ ബാക്ക് പാസ്, ഇത് കൂടുതലും ഇന്ന് സിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഒൺലി ഫോർവേഡ് പാസിങ്, അറ്റാക്ക്. സാറിന് ഈ ഓൾഡ് ട്രാഫോർഡിൽ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് അറ്റാക്ക് എന്നുള്ളത്. അത് ലിറ്ററലി നമ്മൾ പിച്ചിൽ നിന്ന് കാണിച്ചു കൊടുത്തു. സന്തോഷം. നമ്മുടെ ലെജൻസ്, ഇപ്പോൾ മൈക്കിൾ ഓവൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ലെജൻസിനെ കൂടെ നമ്മൾ ഓർക്കണമല്ലോ. ഈ മാച്ചിന് തൊട്ട് മുന്നേയുള്ള പ്രിവ്യൂവിലൊക്കെ നമ്മുടെ നിക്കി ബട്ടും പോൾ സ്കോൾസൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ലെജൻസ് നമ്മുടെ പ്ലെയേഴ്സിനെ വലിച്ചു കീറുന്നത് കണ്ടു. മാച്ച് കഴിഞ്ഞിട്ട് അവർ മോശമായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അഭിപ്രായം പറയുന്നതിന് എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒട്ടും ഇപ്പം നമ്മൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ പറയുന്ന ആ ഒരു ലെവലിലേക്കൊക്കെ വന്നിട്ട് അവർ ലെജൻഡറി പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ശരിയല്ല. അതും മാച്ചിന് മുന്നേ ഹാലൻഡ് ഒരു കൈയിൽ ഇങ്ങനെ ലിസാൻഡ്രോ മാർട്ടിനസിനെ എടുത്തുകൊണ്ട് പോയി ഗോൾ അടിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇന്നത് ലിച്ച കാണിച്ചു കൊടുത്തത്. ഫിസിക്കലി ആണെങ്കിലും ഹാലൻഡിനെതിരെ ചെല്ലുന്നു, ഹാലൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഹാലൻഡിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു. ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു പോക്കറ്റിൽ ഹാലൻഡ്, അപ്പുറത്തെ പോക്കറ്റിൽ ചെർക്കി, ഫോഡൻ, അങ്ങനെ പോക്കറ്റ് നിറച്ചും പ്ലെയേഴ്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് ഓൾഡ് ട്രാഫോർഡ് വിട്ട് പുറത്തോട്ട് പോയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ പ്ലെയേഴ്സിൽ ആരെ കുറ്റം പറയും? ഒരു മനുഷ്യനെ പോലും കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ എംബിമോയുടെ റൺസ്, എംബിമോയ്ക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയ ചാൻസിനെ ഒന്ന് എംബിമോയ്ക്ക് കുറേ കൂടെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വഴി, അല്ലെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ റൺസൊക്കെ നടത്തിയും ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്തും ഒക്കെ വേണമെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. എംബിമോ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ നോക്കിയാൽ എംബിമോ കുറച്ച് മോശമാണ്. ആ ഒരു സ്ട്രൈക്കർ, പ്യുവർ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ, കാരണം പുള്ളി ഒരു പ്യുവർ സ്ട്രൈക്കർ അല്ല. സെൻട്രലി അങ്ങനത്തെ ഒരു പൊസിഷനിൽ പുള്ളിയെ കളിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ട്. അത് മാത്രമല്ല, ഇത്രയും മത്സരങ്ങൾ വിട്ടു നിന്നിട്ട് പെട്ടെന്ന് പ്രീമിയർ ലീഗിലോട്ട് വരുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് അത് വേറെ. പക്ഷേ ഇന്നത്തെ മത്സരത്തിലും തിളങ്ങി നിന്ന മനുഷ്യൻ ബ്രൂണോ ഫെർണാണ്ടസ് ആ നമ്പർ 10 കളിക്കുമ്പം, അല്ലെങ്കിൽ പുള്ളിയെ അഴിച്ചു വിടുമ്പം, പുള്ളിക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴുള്ള പുള്ളിയുടെ ഗെയിം, 8.7 റേറ്റിങ്ങും ആയി ബ്രൂണോ ഫെർണാണ്ടസ് ഇന്നത്തെ മാച്ചിൽ 12 പാസ്സാണ് ഫൈനൽ തേർഡിലോട്ട് കൊടുത്തിട്ടുള്ളത്. 6 ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, 4 ബിഗ് ചാൻസ്. ബ്രൂണോ കൊടുക്കുന്ന തരം ബോളുകൾ, ഫോർവേഡ്സിന് വേണ്ടി ഫീഡ് ചെയ്യുന്ന തരം ബോളുകൾ, റൺസിനെ ഫൈൻഡ് ചെയ്യാൻ കൊടുക്കുന്ന പാസുകൾ, ഡോർഗുൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ ഒരു ബാക്ക് ഹീലൊക്കെ കൊടുക്കുന്നുണ്ട്.
ആ മനുഷ്യന് മാത്രം പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. സാധാരണ യുണൈറ്റഡ് കാണിക്കുന്ന പോലെ തന്നെ യുണൈറ്റഡ് ഇഷ്ടംപോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ ഗോളുകൾ സ്കോർ ചെയ്യാൻ യുണൈറ്റഡിന് പറ്റുന്നില്ല. അപ്പോൾ ഇത് ഗെയിം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഡിഫെൻസീവ്ലി ഒഫെൻസീവ്ലി ഉള്ള നമ്മുടെ അറ്റാക്കിൻ്റെ കാര്യത്തിനെക്കുറിച്ച് കുറേ പറഞ്ഞു, പക്ഷേ ഡിഫെൻസീവ്ലി അതേപോലെ നമ്മൾ സോളിഡാണ്. നമ്മൾ സാധാരണ അമോറിമിൻ്റെ ഫുട്ബോളിൽ അല്ലെങ്കിൽ അമോറിം കൂടുതലും മാൻമാർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനാണ് അമോറിം ഈ ഒരു ടീമിനെ വെച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ബോൾ വാച്ചിങ് ഒക്കെ ആയിട്ട് പലപ്പോഴും യുണൈറ്റഡ് ഡിഫൻസിൽ സ്പേസസ് ഓപ്പൺ അപ്പ് ആവും, അങ്ങനെ അവർ അറ്റാക്ക് ചെയ്ത് ഗോളുകൾ സ്കോർ ചെയ്യാറുണ്ടായിരുന്നു ഓപ്പോസിഷൻ. പക്ഷേ ഇന്നത്തെ മത്സരം നോക്കിയാൽ നമ്മൾ ആ ഒരു മാൻ ടു മാൻ ഡിഫെൻഡിങ്ങിന് പകരം നമ്മൾ സ്പേസസിനെ ഡിഫെൻഡ് ചെയ്യാനാണ് കൂടുതലും യുണൈറ്റഡ് ശ്രമിച്ചത്. അപ്പം അങ്ങനെ ആ സോണിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുക, സ്പേസസിനെ വളരെ കോമ്പാക്റ്റ് ആകും. അപ്പം നമ്മളിങ്ങനെ ഇപ്പം ഹൊറിസോണ്ടലി നോക്കിയാൽ ഇപ്പം ഹൊറിസോണ്ടലി തമ്മിൽ ഇതാവുന്നു. വെർട്ടിക്കലി നോക്കിയാലും നമ്മുടെ ഡിഫൻസ് ഇങ്ങനെ കോമ്പാക്റ്റ് ആവുന്നു, അതുപോലെ ഹൊറിസോണ്ടലി ഇങ്ങനെ കോമ്പാക്റ്റ് ആകുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. വെർട്ടിക്കലി ഇങ്ങനെ കോമ്പാക്റ്റ് ആകുന്നു, ഹൊറിസോണ്ടലി ഇങ്ങനെ നമ്മൾ കോമ്പാക്റ്റ് ആകുന്നു. അങ്ങനെ മാക്സിമം ഡിഫൻസ് കോമ്പാക്റ്റ് ആയിട്ട് ഈ പ്ലേയേഴ്സ് തമ്മിലുള്ള സ്പേസസ് മാക്സിമം കുറച്ച് ആ രീതിയിൽ കോമ്പാക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ സിറ്റിക്ക് അറ്റാക്ക് ചെയ്യാൻ ഉള്ള എല്ലാ പഴുതുകളും നമ്മൾ കറക്റ്റായിട്ട് അടച്ചു. അങ്ങനെ സിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് സിറ്റി ആകപ്പാടെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റുമായിട്ട് ഇത്രയും ക്രിയേറ്റേഴ്സും ഇത്രയും വലിയ ഗോൾ സ്കോററും ഒക്കെ ഉള്ള ഒരു ടീം ഒരു ഷോട്ട് ഓൺ ടാർഗറ്റിൽ ഒതുങ്ങാനുള്ള കാര്യം നമ്മുടെ ഡിഫെൻഡിങ്ങും അത്രയ്ക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിഫെൻഡിങ്ങും അതുപോലെ തന്നെ നമ്മൾ കൗണ്ടറിൽ അത്രയ്ക്കും ഒരു ഡേഞ്ചറും ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മുടെ ടീമിനെതിരെ ഇവർക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ അറ്റാക്ക് അഴിച്ചു വിടാനോ പറ്റാഞ്ഞത്. മൈക്കൽ ക്യാരിക്ക് ഇന്നത്തെ മാച്ചിൽ നമ്മുടെ സ്ട്രൈക്കറായിട്ടുള്ള സെസ്കോയെ എടുത്ത് പുറത്തിരുത്തിയിട്ട് എംബിയുമോയും അതുപോലെ തന്നെ കുണിയയുമാണ് സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്തത്. അപ്പം എംബിയുമോയുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഞാൻ സെസ്കോയെ ആയിരിക്കും ഇറക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ കുണിയ ചിലപ്പം ഡോർഗുവിന് പകരം വല്ലതും കൊണ്ടുവരും, അല്ലെങ്കിൽ ലൂക്ക് ഷോയെ സബ് ചെയ്തിട്ട് ഡോർഗുവിനെ ലെഫ്റ്റ് ബാക്ക് ആക്കുന്നു, കുണിയെ ആ ഒരു വിങ്ങർ ആക്കുന്നു. ആ രീതിയിലായിരിക്കും കളിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നും അല്ല നടന്നത്. എംബിയുമായി സബ് ചെയ്തിട്ട് കുണിയെ കൊണ്ടുവന്ന ആ ഒരു സമയം കൊണ്ട് കുണിയ 2 അസിസ്റ്റ്, ഓൾമോസ്റ്റ് 2 അസിസ്റ്റ് എന്ന് പറയാം. ആ ഗോളിൻ്റെ അസിസ്റ്റ് കുണിയയുടെയാണ്. അതുപോലെ തന്നെ മൗണ്ടിൻ്റെ ആ ഒരു ഓഫ് സൈഡ് ഗോളിൻ്റെ അസിസ്റ്റും അതും കുണിയൊക്കെയായിരുന്നു. അപ്പം മൗണ്ടിൻ്റെ ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്നത് ഗോളായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതും കൂടെ ശരിക്കും സ്കോർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് അത് നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 3-0 7 ഗോൾ സ്കോർ ചെയ്യേണ്ട മത്സരമാണത്. അറ്റ്ലീസ്റ്റ് നമുക്ക് 3 ഗോളെങ്കിലും നമുക്ക് ഇന്ന് തരേണ്ട ഒരു മാച്ചായിരുന്നു. അതും കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡോമിനേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇന്ന് ഓൾഡ് ട്രാഫോർഡിൽ കണ്ടു. അപ്പം ഈ രീതിയിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ നമുക്ക് ഒരു മാച്ചിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ മത്സരത്തിലും കളിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ വീക്കിലി ഒരു മത്സരമാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ട്രൈ ചെയ്യണം. ഇനിയും 17 മത്സരമാണ് ഈ സീസണിൽ ബാക്കിയുള്ളത്. ആ 17 മത്സരങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഹൈ ഇൻറ്റൻസിറ്റി അഗ്രസീവ് ഫുട്ബോൾ കളിച്ചേ പറ്റത്തുള്ളൂ. അടുത്തത് ആർസണലാണ്. ആർസണലിനെതിരെ നമ്മൾ ആ ഒരു ആദ്യത്തെ മാച്ചിൽ പ്രീമിയർ ലീഗിലെ ഈ സീസണിൽ ആദ്യത്തെ മാച്ചിൽ കളിച്ചപ്പോൾ ആ ഒരു അഗ്രഷനും കാര്യങ്ങളും കാണിക്കുക, മത്സരം ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് എക്സ്ട്രാ മാച്ച് വീക്കിലി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി അവർ കുറേ കൂടെ ഡ്രെയിൻഡ് ഔട്ട് ആയിരിക്കും. അപ്പം ഡ്രെയിൻഡ് ഔട്ടിൻ്റെ കാര്യം പറയുമ്പോഴും കസമീറോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആ ഒരു 78-79 മിനിറ്റ് ആയപ്പോഴത്തേനും കസമീറോയുടെ ഒരു അവസ്ഥ, ആ സമയം വരെ കസമീറോ മരിച്ച് കളിച്ചിട്ടുണ്ട്. ആ ഒരു മിഡ്ഫീൽഡ് കസമീറോടെയും കോബി മെനുവിൻ്റെ മിഡ്ഫീൽഡിൽ കസമീറോയുടെ ഇൻ്റർസെപ്ഷൻസ് എത്ര ബോൾ. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ സിറ്റിയെ വിങ് വഴി ഉള്ള അവരുടെ അറ്റാക്കാണെങ്കിലും സെൻട്രലിലുള്ള അറ്റാക്കാണെങ്കിലും എല്ലാം തടയാൻ നമ്മുടെ ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നു. വിങ് വഴി ഒരു സൈഡിൽ ഡോർഗു ഷോ, ഒരു സൈഡിൽ എന്നാ പറയുന്നത് നമ്മുടെ അമാദ്, അതുപോലെ തന്നെ ഡിയേഗോ ഡാലോ. അപ്പോൾ ഡിയേഗോ ഡാലോ എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് ആദ്യം ആ ഒരു മിസ്പാസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചീത്ത വിളിക്കാൻ തോന്നി. പക്ഷേ ഗെയിം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഡിഫെൻസീവ്ലി ഡിയേഗോ ഡാലോ നന്നായിട്ട് പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു ഡോക്കുനൊക്കെ എതിരെ. സെൻട്രലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻഡേഴ്സ് മഗ്വയർ, ലിച്ച, അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസിനെ തുടരണമെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡർ കസമീറോയെ മറികടന്ന് വേണം പോകാനായിട്ട്. കസമീറോയ്ക്ക് ഇന്നത്തെ മാച്ചിൽ എത്ര ഇൻ്റർസെപ്ഷൻസ് കസമീറോ നടത്തിയിട്ടുണ്ട്. അപ്പം ഓവറോൾ മത്സരത്തിൽ ഒരു മനുഷ്യനെയും എനിക്ക് കുറ്റം പറയാൻ തോന്നാത്ത ഒരു മാച്ച്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. പോയിൻറ്റ്സ് ടേബിളിൽ നമ്മുടെ സ്ഥാനമൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് നോക്കുന്നു പോലുമില്ല. നമ്മൾ ഈ ഒരു മത്സരം ജയിച്ചു, അതിൻ്റെ സന്തോഷം അത് ആസ്വദിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ജി എം യു.